അറിയിക്കട്ടെ. നമ്മളൊരു വല്ലാത്ത കാലത്തിൻ്റെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയാണ്. ഒരുപക്ഷെ സമാനതകളില്ലാത്ത വിധം കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും പ്രഥമ പരിഗണനീയമായ കാര്യങ്ങളിലൊന്ന് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഭൂപരിഷ്കരണ രംഗത്തും കേരളം ഉണ്ടാക്കിയ മാറ്റങ്ങളാണ്. ഇന്നലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ന് അവതരിപ്പിക്കേണ്ട ബഡ്ജറ്റിൻ്റെ മുമ്പായി അവതരിപ്പിക്കപ്പെട്ട സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ബഹുമാന്യയായ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ശ്രദ്ധിക്കയോടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികേന്ദ്രീകൃത ആസൂത്രണ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടി ചുമതലകൾ വിതരണം ചെയ്തുകൊണ്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കണോമി, സുസ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ കേരളത്തിൽ ഏറ്റവും സാധാരണക്കാർക്ക് വികസനത്തിൻ്റെ മധുരം നുണയാൻ കഴിയുന്ന വിധത്തിൽ എത്തിക്കുന്നതിൽ ഇന്ത്യയുടെ മാതൃകയാണ് കേരളം എന്ന് ഇന്നലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ കൂടി പ്രഖ്യാപിച്ചതോടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസവും പഞ്ചായത്തുകളുടെ പ്രവർത്തനവും കൂട്ടിച്ചേർത്ത് ഗവൺമെൻറ് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലൊന്നായി പൊതുവിദ്യാഭ്യാസം മാറുകയാണ്. യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ മേന്മകളുണ്ടെങ്കിലും ആ കുട്ടികൾ അപകടകരമായ വഴികളിലേക്ക് പോകരുത് എന്ന് നിർബന്ധപൂർവമുള്ള ശാഠ്യം നമുക്കുണ്ടാകുന്നത് നമ്മുടെ പുതിയ കാലത്ത് ഒരു വിധത്തിലുമുള്ള പ്രലോഭനങ്ങൾക്ക് നമ്മുടെ മക്കൾ വഴിപ്പെട്ടുകൂടാ എന്ന ധാരണയുടെ കൂടി അടിസ്ഥാനത്തിലാണ്. യശശരീരനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് പോലീസിൻ്റെ സ്നേഹവാത്സല്യങ്ങളോടെ, അവരുടെ ചിട്ടയോടെ, അവരുടെ ധൈര്യത്തോടെ, ആർജവത്തോടെ വിദ്യാർത്ഥികളുടെ രംഗത്ത് പോലീസ് കേഡറ്റുകൾ ഉണ്ടായിക്കൂടാ എന്ന ആശയമാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന ആശയത്തിന് ബീജാവാപം ചെയ്തതെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ സേനയായി, കുഞ്ഞുങ്ങളുടെ ഏറ്റവും കരുത്തുള്ള സേനയായി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് കേരളത്തിൽ ആകെ വളർന്നിരിക്കുന്നു എന്ന അഭിമാനകരമായ കാര്യം ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ചിട്ടയോടെ ഇന്ന് നമ്മുടെ മക്കൾ ഇവിടെ നടത്തിയ പാസിംഗ് ഔട്ട് പരേഡ്, ഞാൻ കഴിഞ്ഞ 4 വർഷക്കാലം കേരളത്തിലെ മന്ത്രി എന്ന നിലയിൽ 4 റിപ്പബ്ലിക് ദിനങ്ങളിലും 4 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനങ്ങളിലും കേരളത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പരിപാടികളിൽ സർക്കാരിൻ്റെ പ്രതിനിധിയായി പതാക ഉയർത്താനും വിവിധ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കാനുമുള്ള നടപടിക്രമങ്ങളിൽ പോകാൻ അവസരം കിട്ടിയ ഒരാളാണ്. അപ്പോഴും എപ്പോഴും അഭിമാനത്തോടെ ഞാൻ പറയാറുണ്ട്, അവരുടെ എല്ലാം പ്രവർത്തനങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ മറികടക്കാൻ കഴിയും വിധം പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പോലീസ് കാഡറ്റ് അതിൻ്റെ സംവിധാനം ഉയർന്നിരിക്കുന്നു എന്നതാണ്. ഇന്ന് നമ്മുടെ മക്കൾ യഥാർത്ഥത്തിൽ ഇത് പരിശീലിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ അത്ഭുതപ്പെടുത്തും വിധം, അവരെ മറികടക്കാൻ കഴിയും വിധം ഈ ചെറുപ്രായത്തിൽ ഏറ്റവും നല്ല അച്ചടക്കത്തോടെ അവരുടെ പാസിംഗ് ഔട്ട് പരേഡ് നിർവഹിച്ചു എന്നുള്ളത് കേവലം ഒരു പാസിംഗ് ഔട്ട് പരേഡിലോ കേരളത്തിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ ഭാഗമായി വരുന്ന മാർച്ച് പാസ്റ്റിൻ്റെ പൊതുസൗകര്യങ്ങളിലോ അല്ല, ജീവിതം കൊണ്ട് ആർജവും ഇച്ഛാശക്തിയുമുള്ള മക്കളായി മാറി പൊതുസമൂഹത്തിൻ്റെ അനീതികൾക്കെതിരായി യുദ്ധം ചെയ്യാനുള്ള കരുത്തുകൂടി പോലീസ് കേഡറ്റിൻ്റെ ഈ സംവിധാനം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ 10 ദിവസമായി കേരളം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? കേരളം ഭ്രാന്താലയമായിരുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ പ്രഖ്യാപിക്കപ്പെട്ട നാടാണ്. കേരളം ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദനെ പോലെ മഹാനായൊരു സന്യാസി അടയാളപ്പെടുത്താനുള്ള കാരണം കേരളമാകെ കണ്ടുപോയപ്പോൾ ജാതിയും മതവും അതുയർത്തിപ്പിടിച്ച അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികുത്തിയിറങ്ങിയിരുന്ന ഈ കേരളം പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിടന്ന് ആരാധന നടത്താനും പള്ളിക്കൂടത്തിൻ്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മരിച്ചാൽ കുഴിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് തൻ്റെ മണ്ണിലൊരു കൂര കെട്ടാനും ജാതിയുടെ പേരിൽ മനുഷ്യൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടൊരു നാടായതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. ആ ഭ്രാന്താലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക്, ദ ഗോഡ്സ് ഓൺ കൺട്രി എന്ന അഭിമാനകരമായ അടയാളപ്പെടുത്തലിലേക്ക് കേരളം കടന്നുപോയ വഴികൾ നാം മറന്നുകൂടാ. നമ്മളെ മക്കളെ അത് ഓർമ്മിപ്പിക്കുകയും വേണം. ആ വഴികൾ ചെറുതായിരുന്നില്ല. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ജനകീയ പ്രസ്ഥാനങ്ങൾ, ഭരണകൂടങ്ങൾ, അങ്ങനെ വലിയ ചരിത്രമുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 ദിവസമായി മറ്റൊരർത്ഥത്തിൽ ഭ്രാന്താലയമായി കൊണ്ടിരിക്കുന്ന കേരളത്തെ നാം വീണ്ടും കാണുകയാണ്.
അമ്മാവൻ തൻ്റെ സഹോദരിയുടെ മകളെ എടുത്തെറിഞ്ഞു കൊല്ലാൻ കാരണം എന്തെന്ന ചോദ്യത്തിന് എനിക്ക് മനസ്സിൽ അപ്പോൾ അങ്ങനെ തോന്നി എന്ന് മറുപടി പറയാൻ പറ്റും വിധം മലയാളി ചുരുങ്ങിപ്പോകാനാകുമോ? പേര് ചെന്താമര എന്നാണെങ്കിലും 2 കുഞ്ഞുങ്ങളെ കിട്ടാത്തത് കൊണ്ട് ബാക്കി 3 പേരെയും കശാപ്പ് ചെയ്തവൻ 100 വർഷത്തെ തടവിന് വിധേയമാണെങ്കിലും പുറത്തിറങ്ങിയാൽ എല്ലാവരെയും നശിപ്പിക്കുമെന്ന് പറയാനുള്ള ക്രൂരവും അപകടകരവുമായ മാനസിക വാസനയുണ്ടാകുന്നത് എങ്ങനെയാണ്? ചോറ്റാനിക്കരയിൽ നിന്ന് ഇന്നലെ വൈകുന്നേരവും ഇന്നുമായി ഒരാഴ്ചക്കാലമായി നാം കേട്ടു നിൽക്കുന്ന വാർത്തകൾ നൊമ്പരത്തിൻ്റെതാണ്. പറവൂരിലെ നെയ്ത്തുകേന്ദ്രത്തിലും ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ഒരു മനുഷ്യന്റെ ക്രൗരത്തെ നാം കണ്ടു. അതിഭീകരമാം വിധം നമ്മുടെ പുതിയ തലമുറയെ മുതൽ പ്രായമായവരെ വരെ പിടിച്ചു കുലുക്കുന്ന ലഹരിയുടെയും അതുയർത്തിപ്പിടിക്കുന്ന ഭ്രാന്തമായ സംസ്കാരത്തിൻ്റെയും അതിർവരമ്പുകളെ ലംഘിച്ച് നമ്മുടെ മക്കളെ മനുഷ്യരാക്കാനുള്ള മഹാപ്രയത്നത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ചെറിയ അടയാളപ്പെടുത്തലായിരിക്കില്ല നടത്താൻ പോകുന്നത് എന്ന് ഞാൻ അഭിമാനപൂർവ്വം ഈ ഘട്ടത്തിൽ ഓർക്കുന്നു. നമുക്കിന്ന് യുദ്ധം ചെയ്യേണ്ട വലിയ തിന്മകളുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അതുയർത്തിപ്പിടിക്കുന്ന ലഹരി ഉപഭോഗത്തിനുമെതിരായി നമ്മുടെ സമൂഹത്തിനകത്ത് വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഭ്രാന്തിനെതിരായി നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന മാലിന്യത്തിനെതിരായി വലിയ സമരത്തിലേക്ക് മനുഷ്യൻ സ്വയം ആത്മനിർവഹണത്തോടെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഘട്ടമെത്തിയിരിക്കുന്നു എന്ന് സവിനയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാനൊരു ദീർഘമായ വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. ഇത്തവണത്തെ പോലീസ് ഔട്ട് പരേഡിൻ്റെ ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ രക്ഷകർത്താക്കൾക്കൊക്കെ കാണാൻ പറ്റുന്നത് പോലെ നമ്മുടെ ഈ സ്കൂൾ ഗ്രൗണ്ട് ദീർഘകാലത്തെ നമ്മുടെ സ്വപ്നമായിട്ടുള്ള സ്റ്റേഡിയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പുത്തൂർ സ്കൂളിനെ ഇനി നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും ധൈര്യമായി വിശ്വസിച്ച് കുട്ടികളെ എത്തിക്കാം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക സജ്ജീകരണങ്ങളും നാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലോവർ പ്രൈമറി സ്കൂൾ 3ാമത്തെ കോടിയുടെ കെട്ടിടത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു. 5 കോടിയുടെ ഒരു കെട്ടിടവും 2 കോടിയുടെ ഒരു കെട്ടിടവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്ന് മാത്രമല്ല, ആ സ്കൂളിൻ്റെ തുടർ നടപടികളും അതിൻ്റെ സൗന്ദര്യവൽക്കരണവും ഇന്ന് ചേരുന്ന PTA-യുടെയും MPTA-യുടെയും SMC-യുടെയും ഇവിടെ സ്നേഹിക്കുന്നവരുടെയും ഒക്കെ യോഗം ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു നല്ല ഗ്രൗണ്ട് ഈ അധ്യയന വർഷത്തിൻ്റെ തന്നെ അവസാനത്തോടെ രൂപവൽക്കരിക്കാൻ പോവുകയാണ്. തീർന്നില്ല നമ്മുടെ സ്വപ്നങ്ങൾ. നാം ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ സ്കൂളിനെ അവതരിപ്പിക്കുന്ന നാടാണ്. കേരളത്തിൻ്റെ മുമ്പിലല്ല, ലോകത്തിൻ്റെ മുമ്പിൽ. 2025 കണ്ണു തുറക്കാനിരിക്കുന്ന സുവോളജിക്കൽ പാർക്കിലേക്ക് എത്താൻ പോകുന്ന 10,000-കണക്കായ മറ്റ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ എത്തുന്ന മനുഷ്യരുടെ മുമ്പിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അടയാളപ്പെടുത്തലായി നമ്മുടെ നാട് അഭിമാനത്തോടെ അടയാളപ്പെടുത്താൻ പോകുന്നത് ഈ പുത്തൂർ സ്കൂളിനെയാണ്. അതായിരിക്കും ലോകത്തിൻ്റെ മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന മുഖമുദ്ര എന്നുള്ളത് കൊണ്ട് നമുക്ക് കുറെ കൂടി മോഡേണാകണം, നമ്മുടെ ക്ലാസ്സുകളെ സ്മാർട്ടാക്കണം. തീർച്ചയായും ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, ആ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പഞ്ചായത്തോ സ്കൂൾ അധികൃതരോ രക്ഷകർത്താക്കളോ അധ്യാപകരോ മാത്രം ചെയ്യേണ്ട ഒരു ചുമതലയായി വിടാതെ അതിൻ്റെ പൊതു നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ സ്കൂളിനെ ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു സ്കൂളായി മാറ്റുന്നതിൽ നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി അതിൻ്റെ നേതൃത്വ നിരയിൽ ഞാൻ പൂർണ്ണമായിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ മക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചൊരിക്കൽ കൂടി കേരളത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.